മക്കൾ പഠിച്ചു നല്ലൊരു നിലയിലെത്തണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ്. അത് അവരുടെ സ്വപ്നവുമാണ്. മക്കൾ പഠിച്ചു വലിയ നിലയിലെത്താൻ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കുന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും മാതാപിതാക്കൾ തയ്യാറാണ്. ചിലർ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരാകുകയോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരാകുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ചിലർ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയുമില്ല. അതുമല്ല, ചില മക്കൾ ലഹരി മരുന്നിന് അടിമകളാകുകയും അതുവഴി ക്രിമിനലുകളായി സ്വന്തം മാതാപിതാക്കളെ വരെ കൊല്ലാക്കൊല ചെയ്യുന്ന കാലമാണ് ഇന്ന്. അത്തരത്തിൽ നടന്ന ഒരു ഞെട്ടിച്ച നടുക്കിയ ഒരു സംഭവമാണ് ഇന്ന് ചർച്ചാ വിഷയമാകുന്നത്. കോളേജ് മാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നാഗ്പൂരിൽ 25-കാരനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മാതാപിതാക്കളെ കൊലപ്പെടുത്തി. ഡിസംബർ 26-നാണ് സംഭവം നടന്നതെങ്കിലും ജനുവരി 1-ന് ലീലാധർ ദഗാലെ 55, ഭാര്യ അരുണ ദഗാലെ 50 എന്നിവരുടെ മൃതദേഹങ്ങൾ നഗരത്തിലെ ഒരു വീട്ടിനുള്ളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രൂരത പുറത്തായത്. ദമ്പതികളുടെ മകൻ ഉത്കർഷ് ദഗാലെ എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു. മറ്റൊരു കോളേജിലേക്ക് മാറാൻ മാതാപിതാക്കളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നു. ഇതിൽ പ്രകോപിതനായ ഉത്കർഷ് ആദ്യം അമ്മയെ കഴുത്തുനെരിച്ചു കൊല്ലുകയും പിന്നീട് പിതാവിനെ കുത്തുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോഴ്സിനിടെ പല വിഷയങ്ങളിലും ഉത്കർഷ് പരാജയപ്പെട്ടു. അതിനാൽ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് അവന്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. എന്നിരുന്നാലും അവരുടെ നിർദ്ദേശത്തിന് എതിരായിരുന്നു ഉത്കർഷ്. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം കുറ്റം അറിയാത്ത സഹോദരിയെ പ്രതി ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയച്ചു. കുറച്ചു ദിവസത്തേക്ക് തന്റെ മാതാപിതാക്കൾ ഒരു ധ്യാന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നുവെന്നും അവിടെ മൊബൈൽ ഫോണുകൾ അനുവദനീയമല്ലെന്നും അയാൾ അവളോട് പറഞ്ഞു. മരിച്ച ദമ്പതികളുടെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് അയൽക്കാർ പോലീസിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ദാരുണമായി ദമ്പതികൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടത്. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്.